അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുകയാണ്. അലക്സ്, MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കലാണ് ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെ കേരളത്തിലേക്ക് നിരീക്ഷകരെത്തുമ്പോൾ അത് ശക്തി പ്രകടനത്തിന്റെ ഒരു വേദിയാക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഇന്നലെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലടക്കം കണ്ടതും അതാണ്. അത് തുടരാനുള്ള സാധ്യത കൂടിയാണുള്ളതല്ലേ? അസിത, നിസ്സംശയം പറയാം, അങ്ങനെ ഒരു പൊതുചിത്രം ഒരുക്കുക, അങ്ങനത്തെ ഒരു പൊതു പശ്ചാത്തലമാണ് കേരളത്തിലുള്ളതെന്ന് AICC അറിയിക്കുക, നിരീക്ഷകർ വഴി ഹൈക്കമാൻഡിന് അത് ബോധ്യപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ മൂന്ന് നേതാക്കളുടെയും ബ്രിഗേഡുകൾക്കുള്ളത്. അവരുടെ അണികൾ ആ തരത്തിലാണ് തെരുവിൽ ഇടപെടുന്നത് എന്നുള്ളത് നമ്മൾ ഈ നിമിഷങ്ങളിൽ കാണുന്നു. ഫ്ലെക്സ് യുദ്ധമാണ് കേരളത്തിന്റെ പല തെരുവോരത്തും ഈ നേതാക്കൾക്ക് വേണ്ടി നടക്കുന്നത്. പട നയിച്ചവൻ നയിക്കട്ടെ എന്ന് പറയുന്നു, കുഞ്ഞുഞ്ഞിന് ശേഷം KC എന്ന് പറയുന്നു. അങ്ങനെ ഫ്ലെക്സുകൾ കൊണ്ടൊരു മേളം തന്നെയാണെന്ന് പറയാം. പക്ഷേ അങ്ങനെ ഈ അണികൾക്കിടയിലുള്ള യുദ്ധം മുറുകുമ്പോഴും മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ കൃത്യമായി ചരടുവലി ആരംഭിച്ചിട്ടുണ്ട് ഈ സമയം മുതൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി ആ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന നേതൃത്വവും അതുപോലെ ദേശീയ നേതൃത്വവും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കുന്ന ചർച്ചകൾ, അതിലെ പ്രധാനപ്പെട്ട നിർണായകമായ യോഗങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അവർ കേൾക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിൽ നിന്ന് നിരീക്ഷകർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി AICC നിരീക്ഷകർ വൈകുന്നേരത്തോടുകൂടി കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റി അത് കാണിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായി ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമല്ല, അവരുടെ ക്ലെയിമുകൾ അവർ പല വിധത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം KC വേണുഗോപാലിന്റെ പക്ഷം മുന്നോട്ട് വെക്കുന്ന ക്ലെയിമാണ്. സ്വാഭാവികമായി ഒരു സംസ്ഥാനത്ത് കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചാൽ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, ആ MLA-മാരിൽ ഭൂരിപക്ഷം ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള അഭിപ്രായം ചോദിക്കും, എന്നുള്ള അഭിപ്രായം കേൾക്കും. അത് തനിക്ക് അനുകൂലമാണ് എന്ന് KC വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നുണ്ട്. ഏതാണ്ട് 3/2 MLA-മാരും തനിക്കൊപ്പമുണ്ട് എന്നുള്ള അവകാശമാണ് KC പക്ഷം മുന്നോട്ട് വെക്കുന്നത്. അത് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, സംഘടന KC വേണുഗോപാലിന്റെ കയ്യിലാണ്, ഭാരവാഹികൾ KC വേണുഗോപാലിന്റെ കയ്യിലാണ്. സ്വാഭാവികമായി AICC നേതൃത്വം അത്തരമൊരു അഭിപ്രായം അവരോട് ചോദിച്ചാൽ KCക്ക് തന്നെയായിരിക്കും അതിന് മുൻതൂക്കം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെ സമാനമായ സാഹചര്യം കൂടി പരിഗണിക്കും ഹൈക്കമാൻഡ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമല്ല, ഈ AICC നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തി നാളെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. അത് ഈ MLA-മാരുടെ യോഗം കൂട്ടമായി ചേരുന്നതിനോടൊപ്പം തന്നെ വെവ്വേറെ MLA-മാരെ കണ്ട് അവരുടെ അഭിപ്രായവും കേൾക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.